വിശദമായ വാർത്തകളിലേക്കാണ്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകും. പുനഃപരിശോധനാ ഹർജി നൽകാനുള്ള നടപടികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തുടങ്ങിയ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റർ ചേരുന്നു. ആന്റണി, ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച ഈ സുപ്രീം കോടതി വിധിക്കെതിരെയാണ് ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് നീങ്ങുന്നത്. കേന്ദ്ര സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകും. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു വിധി പ്രസ്താവം പുറത്തു വന്നത്. അതായത് തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാർ നൽകിയ ഉത്തരവിമായ ഹർജിയിലെ ഉത്തരവിലായിരുന്നു ഗവർണർമാർക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും സമയപരിധി ബില്ലുകളിൽ, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ അതിൽ തീരുമാനമെടുക്കാൻ ഒരു സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി ഉത്തരവിറക്കിയത്. അതിൽ രാഷ്ട്രപതിയുടെ കാര്യത്തിൽ ഇന്നലെയാണ് ആ ഉത്തരവിന്റെ പകർപ്പ് പുറത്തേക്ക് വരുന്നത്. അതിൽ പറഞ്ഞിരുന്നത് ഒരു ബില്ല് ഗവർണർ രാഷ്ട്രപതിക്ക് നൽകിയാൽ അത് 3 മാസത്തിനകം തീർപ്പാക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. ഗവർണർമാരുടെ കാര്യത്തിൽ 1 മാസം മുതൽ 3 മാസം വരെ ഈ കാലയളവിനുള്ളിൽ ആ ബില്ലുകളിൽ തീരുമാനമെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരുന്നത്. അങ്ങനെ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇത്തരത്തിൽ ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രധാനമായും ഇന്നലെ ആ വിമർശനവുമായി രംഗത്തെത്തിയത് കേരളത്തിന്റെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറാണ്. അദ്ദേഹം ഇന്നലെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരത്തിൽ ഭരണഘടനയിൽ പോലും പറയാത്ത കാര്യങ്ങളാണ് ഉള്ളത്. ഈ സമയപരിധി എന്ന് പറയുന്നത്, അത് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതൊരു ഭരണഘടനാ ഭേദഗതിയാണ്. അത് പാർലമെന്റിന് മാത്രം കഴിയുന്ന അല്ലെങ്കിൽ പാർലമെന്റിന്റെ അവകാശമാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സുപ്രീം കോടതിക്ക് അതിൽ അധികാരമില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് പാർലമെന്റും നിയമസഭയെന്നുമൊക്കെ അർലേക്കർ ചോദിച്ചിരുന്നു. ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെയും നിലപാട് എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിൽ ഭരണഘടനയിൽ പറയാത്ത കാര്യമാണ്. അതായത് നിലവിൽ ഈ ഭരണഘടനയിൽ ഗവർണറുടെ അധികാരങ്ങളും അതുപോലെ തന്നെ ഈ രാഷ്ട്രപതിയുടെയും ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ വിശദീകരിക്കുന്ന ഭരണഘടനയിൽ ആ ഭാഗങ്ങളിൽ ഈ സമയപരിധി എത്ര ദിവസത്തിനുള്ളിൽ ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന കാര്യം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സമയപരിധി നിശ്ചയിക്കുമ്പോൾ അത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണ്. ഭരണഘടനയിൽ പറയാത്തൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ അത്തരത്തിലൊരു കാര്യം വേണമെങ്കിൽ അതിൽ ഭരണഘടനാ ഭേദഗതിയാണ് വേണ്ടത്. അത് പാർലമെന്റിന്റെ അവകാശമാണ് എന്നുള്ളതാണ്. അങ്ങനെ പാർലമെന്റിന്റെ അവകാശമായിരിക്കുമ്പോൾ പോലും അത്തരമൊരു ഭേദഗതി കൊണ്ടുവരണമെങ്കിൽ പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷത്തിന്റെ ആവശ്യമുണ്ട്. അത്തരത്തിൽ മാത്രമേ അതെല്ലാം ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ പുനഃപരിശോധന ഹർജി നൽകാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആണ് ഇതുമായി സംബന്ധിച്ച ഹർജി നൽകുക. അതിനുള്ള നടപടികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ്, അതായത് ഈ വിധി പറഞ്ഞ ജസ്റ്റിസ് JB പർദേവാല, അതുപോലെ തന്നെ R മഹാദേവൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിനായിരിക്കും പുനഃപരിശോധന ഹർജി നൽകുക.